സുഹൃത്തുക്കളെ നമസ്കാരം. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലേക്കാണ് വരുന്നത്. അയ്യപ്പൻ്റെ വിഷയമൊക്കെ കിടക്കുന്നു. എന്നാലും ഇപ്പം ഇന്നത്തെ ചർച്ചകളിലെല്ലാം യൂട്യൂബിനകത്ത് കാണുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയമാണ്. എല്ലാവരും പറയുന്നത് യൂട്യൂബുകാർ സോജി മോനെ, കെ എം ഷാജഹാനെ എല്ലാം പറയുന്നത് ഇത് ഒന്നും നിലനിൽക്കുന്ന കേസല്ല, ഈസിയായിട്ട് ഊരിപ്പോവും, ഇയാളെ കൊടുക്കാനായിട്ട് ഉള്ളൊരു കേസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാ യൂട്യൂബുകാരും ഇന്നെല്ലാം ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ പറയാൻ പറ്റുന്നത്, ഞാൻ ഇന്നൊരു വിവാഹത്തിന് സംബന്ധിച്ചു. എൻ്റെ അടുത്ത ഒരു ബന്ധുവിൻ്റെ വിവാഹമാണ്. ഞങ്ങളവിടെ പോയിട്ട് കാർ പാർക്ക് ചെയ്തു. കാർ പാർക്ക് ചെയ്തിട്ട് ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. എനിക്ക് 68 വയസ്സുണ്ട്, എൻ്റെ ജ്യേഷ്ഠനാണ് 73 വയസ്സുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞു, എങ്ങനെ വീട്ടിൽ തിരിച്ചു പോകണം. അപ്പോൾ 2 മണിയോളമായി എന്നുള്ള രീതിയിൽ ഞങ്ങൾ വരുമ്പോൾ നമ്മുടെ വണ്ടി അവിടുന്ന് എടുക്കാനൊക്കാത്തൊരു സിറ്റുവേഷൻ ആണ്. അതിൻ്റെ മുമ്പിൽ അവരെ കുറ്റം പറയാനൊക്കത്തില്ല, സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് അവരിട്ടു. പക്ഷെങ്കിൽ ഞങ്ങൾ ഒരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഹോളിൽ പോയിട്ട് അനൗൺസ് ചെയ്തു, ഈ വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെ അനൗൺസ് ചെയ്ത്. വണ്ടിയുടെ നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറയുന്നില്ല. എന്നിട്ടും അവർ വന്നത് മാറ്റിയില്ല. അവർ കേട്ട് കാണത്തില്ലായിരിക്കും, എന്തോന്നറിയില്ല. പക്ഷെങ്കിൽ ഒരു മാറ്റാൻ ആയിട്ട് അവർ ശ്രമിച്ചുമില്ല. അവർ കേട്ടോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യം, ഈ പ്രായപൂർത്തിയായവർ ഒക്കെ വീട്ടിൽ പോകേണ്ട ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയുള്ളൊരു കുരുക്കിയിടുന്ന രീതിയിൽ കാർ കൊണ്ടിടുന്നത് വളരെ മോശമാണ്. പിന്നെ ഭാഗ്യവശാൽ അവരോട് ഞങ്ങളെ ഹോളിൽ അനൗൺസ് ചെയ്തിട്ട് പോലും അവർ വന്നില്ല. പക്ഷേ ഭാഗ്യവശാൽ അതിൻ്റെ അപ്പുറത്ത് കിടന്നൊരു കാറ് മാറ്റി ഒരു നാരോ ഗ്യാപ്പിലൂടെ ഞങ്ങളുടെ കാറ് ഇറക്കി ഞങ്ങൾ പോരുന്നു. അപ്പം ഇതുപോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ചെല്ലുമ്പം ഈ മുന്നിൽ കാറുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും പറയണം, വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാം, ഇന്ന് മാറ്റി തരണം എന്ന് പറയണം. വിളിച്ചാലും വന്നില്ല അവർ. വളരെ ഞാൻ ഈ കാറുകാരൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാനതോട് പറയണമെന്ന് ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.